എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് രാംലാലയുടെ രൂപം കൊടിമാറ്റത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. ആ രാമൻ ഒറിജിനൽ രാമൻ അല്ലെന്നും അത് വേറെ ഏതോ രാമനാണെന്നും ചോരപ്പുഴി ഒഴുക്കിയ രാമനാണെന്നും രാഷ്ട്രീയ രാമനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഭയങ്കര അഭ്യാസങ്ങൾ നടക്കുന്നത്. എന്നാൽ വാസ്തവം എന്താണെന്ന് നമുക്കങ്ങനെ അനേകം രാമന്മാരുണ്ട്. ഒരു രാമനല്ല ഉള്ളൂ. രാമനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? വാൽമീകിയാണ്. വാൽമീകിയുടെ രാമൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. അത് വാൽമീകിയുടെ കുഴപ്പമല്ല. അപ്പോൾ വാൽമീകിയുടെ രാമൻ ആരാണെന്ന് നമുക്ക് നോക്കാം. അത് പോകണമെങ്കിൽ നമുക്ക് വാൽമീകി രാമായണത്തിൽ ഒരു പ്രിഫേസ് ഉണ്ട്, മുഖവുരയുണ്ട്. അതായത് വാൽമീകി താൻ എന്തുകൊണ്ടാണ് രാമായണം എഴുതിയത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ അവിടെ മുതൽ വേണം അന്വേഷിക്കാൻ. അവിടെ നാരദൻ ആണല്ലോ വാൽമീകി എടുത്ത് രാമൻ്റെ കഥ പറയുന്നത്. അവിടെങ്ങും നാരദൻ പറയുന്നില്ല രാമൻ ദൈവമാണെന്നോ ദൈവത്തിൻ്റെ വിഷ്ണുവിൻ്റെ അവതാരമാണെന്നോ ഒന്നും പറയുന്നില്ല. മനുഷ്യനായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കഥ കേട്ട വാൽമീകിയാണ് പിന്നെ രാമായണം എഴുതുന്നത്. വാൽമീകിയുടെ സങ്കല്പത്തിലാണ് രാമൻ്റെ കഥ രാമായണമായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ വാൽമീകിയാണ് തൻ്റെ കഥാപാത്രമായ രാമനെ അവതാരമാക്കുന്നത്, വിഷ്ണുവിൻ്റെ അവതാരമാക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് വാൽമീകിക്ക് സംശയം ഉണ്ടായിരുന്നിരിക്കണം. കാര്യം വിഷ്ണുവിൻ്റെ അവതാരമാക്കുമ്പോൾ ഇദ്ദേഹത്തിനെ ഒരു ഹൈ പെഡസ്റ്റലിൽ എടുത്ത് വെക്കുമോ, വെറും ദൈവമായിട്ട് മാറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് വിഷ്ണുവിൻ്റെ അവതാരം 4 ഈക്വൽ പാർട്സായിട്ട് പിരിഞ്ഞ് ഒരു ശക്തി രാമനായിട്ടും ബാക്കിയെല്ലാ 3 പേര് ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നങ്ങളായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. കാര്യം വാൽമീകി അവതരിപ്പിക്കാൻ പോകുന്ന കഥാപാത്രമായ രാമൻ പല അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഈശ്വര ചൈതന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിലായോ? പക്ഷേ എന്തുകൊണ്ടോ ജനങ്ങൾ ഈ കഥ മനസ്സിലെടുത്തു. അവർക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ഇന്നും വാൽമീകിയുടെ രാമായണം പ്രസക്തമായിട്ട് നിൽക്കുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ അത് രാമായണം ജനങ്ങൾ മനസ്സിലേറ്റുകയും രാമനൊരു വിശ്വാസമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ പ്രാചീന കാലത്തിലെ ആളുകൾ അവിടെ രാമൻ ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന അയോധ്യയിൽ രാമന് വേണ്ടി ഒരു അമ്പലം പണിയുന്നു. വളരെ മനോഹരമായ ഒരു അമ്പലമാണെന്നും മഗ്നിഫിസൻ്റായിട്ടൊരു ടെമ്പിളാണെന്നും BB ലാലിൻ്റെയും KK മുഹമ്മദിൻ്റെയും ഒക്കെ പുസ്തകങ്ങളിൽ നമുക്ക് മനസ്സിലാവും. വളരെ മനോഹരമായ ഒരു അമ്പലമായിരുന്നു. അവിടെയാണ് ബാബറിൻ്റെ പടയാളിയായ അദ്ദേഹത്തിൻ്റെ പേര് മീർ ജാഫർ അങ്ങനെ കണ്ടാണ്. അദ്ദേഹം വന്ന് ഇത് തകർക്കുകയും, അദ്ദേഹത്തിന് ഒരു മോസ്ക് പണിയാനാണെങ്കിൽ ധാരാളം സ്ഥലങ്ങളുണ്ട് ഭാരതത്തിൽ. അതൊന്നും പോരാതെ ഈ ഒരു ക്ഷേത്രം തകർക്കുകയും അവിടെ ഒരു മസ്ജിദ് പണിയുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ടു നിന്ന ആളുകളുണ്ട്. അതെ, അവർക്ക് ഈ അമ്പലം എന്ന് പറഞ്ഞൊരു വികാരമാണ്. അപ്പോൾ അവരുടെ മനസ്സിനെ അതെന്തുമാത്രം വ്രണപ്പെടുത്തിയിരിക്കും. അവർക്കൊന്ന് പൊട്ടിക്കരയാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല, ഭയമാണ്. പേടിച്ചൊന്ന് കരയാൻ പോലും ആകാതെ ഭയന്ന് പോയി നോക്കിക്കൊണ്ടിരുന്ന കുറച്ച് മനുഷ്യ ജീവിതങ്ങൾ അവിടെ ഉണ്ട്. അവരോട് പ്രകൃതി കനിഞ്ഞ് നൽകിയ ഒരു കാവ്യനീതിയാണ് ഇപ്പോഴത്തെ അയോധ്യ ക്ഷേത്രം. നമുക്കാണ് 500 വർഷം വലുത്. പ്രപഞ്ചത്തിന് 500 വർഷം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. പ്രപഞ്ചത്തിൻ്റെ ക്ലോക്കിന് 500 വർഷം വളരെ ചെറുതാണ്. അത് അത്രയേ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതൊന്നുമില്ല. അപ്പോൾ ചോദിക്കാം, അപ്പോൾ അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്നൊരു ബാബറി മസ്ജിദ് തർക്കം മുസ്ലിങ്ങളുടെ ഹൃദയത്തിന് വേദന ഉണ്ടാവില്ലേ? അത് എന്തുകൊണ്ട് കാവ്യനീതി ആവില്ലേന്ന് ചോദിക്കാം. പക്ഷേ മുസ്ലിങ്ങൾക്കത് വൈകാരികമായിട്ട് അടുപ്പമുള്ളൊരു സ്ഥലമല്ല. അങ്ങനെ ആക്കിയതാണ്. അവരുടെ മനസ്സിലാക്കണം വിഷം കോരിയിട്ട് തന്നെ. അപ്പോഴാണ് വീണ്ടും നമ്മൾ വാൽമീകിയുടെ രാമായണത്തിലോട്ട് തന്നെ പോകേണ്ടത്. കാര്യം വാൽമീകി പറഞ്ഞിട്ടുണ്ട്, മന്ധരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കൈകേയിക്ക് രാമനെ യുവരാജാവാക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. പക്ഷേ ഈ കൈകേയിയുടെ മനസ്സിൽ വിഷം കോരിയിട്ട് കൊടുത്ത് മന്ധരയാണ് കോരിയിട്ട് കൊടുത്തിട്ട് അത് ആ വാൽമീകിയുടെ ഉന്മാദാവസ്ഥയെപ്പറ്റിയും മനോഹരമായിട്ട് വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. അതായത് മന്ധര വിരൂപയാണല്ലോ. പക്ഷേ കൈകേയി നോക്കിയിട്ട് പറയാണ്,
നീ എന്ത് സുന്ദരിയാണ്, ഇത്ര സൗന്ദര്യമുള്ള സ്ത്രീയെ ഞാൻ കണ്ടിട്ടേ ഇല്ല, നീ ഇങ്ങ് അടുത്ത് വാ, ഞാൻ നിനക്കൊരു ഉമ്മ തരാം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മാനസികാവസ്ഥ തകരാറിലായി എന്നാണ്. അതായത് ഇൻഡോക്ട്രിനേഷനിലൂടെ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തുമാത്രം തകരാറിലാക്കാൻ പറ്റും എന്ന് കാണിക്കുകയാണ് വാൽമീകി. അപ്പം നമ്മളെന്ത് ചെയ്യണം? ഈ മന്ദരന്മാരെ നമ്മൾ കരുതിയിരിക്കണം. ഈ മന്ദരന്മാർ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാൽമീകിയെ പോലുള്ളവരെ ഋഷികൾ എന്ന് വിളിക്കുന്നത്, ത്രികാലജ്ഞാനികൾ എന്ന് പറയുന്നത്. അതായത് ത്രികാലജ്ഞാനി എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഇന്ന് റോക്കറ്റ് വിടുമോ എന്ന് പറയുന്നതല്ല ജ്ഞാനം. അതായത് മനുഷ്യന് ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളും അവൻ്റെ വൈകാരിക പ്രശ്നങ്ങളും ഒക്കെ എന്നും ഒരുപോലെ അത് അതിനെ വളരെ മനോഹരമായിട്ട് കാണിക്കുകയും അതിനെന്നും പ്രസക്തിയുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ത്രികാലജ്ഞാനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്നും നമുക്കിടയിൽ മന്ദരന്മാരുണ്ട്. കാര്യം മന്ദരയ്ക്ക് പ്രത്യേകിച്ച് അവിടെ റോളൊന്നും സ്റ്റാക്കൊന്നുമില്ല. അവർക്കെന്താണ് ആവശ്യം? അവർക്കൊന്നുമില്ല. അവർക്ക് ഒരേ ഒരു ആവശ്യമുള്ളൂ, അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് മുന്നേറാനുള്ള കഴിവൊന്നുമില്ല മന്ദരന്മാർക്ക്. അവരിതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി, ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി അവരുടെ ചിറകളിങ്ങനെ സുഖമായിട്ടിരിക്കുക. ഇതാണ് മന്ദരയുടെ സ്വഭാവം. ആ മന്ദരന്മാർ ഇന്നും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മന്ദരന്മാരെ നമ്മൾ കരുതിയിരിക്കുക. ഈ രാംലാല മൈതാനത്തിനും അയോധ്യയിലെ ഒരു ക്ഷേത്രത്തിനും അത്രക്കുള്ള പ്രസക്തിയേ ഉള്ളൂ. അതിന് പകരം അനാവശ്യമായിട്ട് വിഷം മനുഷ്യൻ്റെ മനസ്സിൽ ചീറ്റി ദയവ് ചെയ്ത് സാമുദായികമായ ഭിന്നിപ്പുണ്ടാക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.